വുമൻസ് വേൾഡ്. എൻ്റെ പേര് മുംതാസ്. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഡ്രൈ സ്കിന്നിന് പറ്റിയ ഏറ്റവും നല്ല മോയ്സ്ചറൈസിങ് ക്രീംസിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുകയുണ്ടായി, കുട്ടികളുടെ ഡ്രൈ സ്കിന്നിന് പറ്റിയ ഏറ്റവും നല്ല ക്രീംസ് ഏതാണ്, കുട്ടികളുടെ സ്കിന്നൊക്കെ വിണ്ട് കീറുവാണ്, അപ്പോൾ അതിന് പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ഏതാണ്, സെബാമെഡ് നല്ലതാണോ, സെബാമെഡ് തേച്ചാൽ കറുത്തു പോകുമോ, ഹിമാലയ നല്ലതല്ലേ, അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനെല്ലാത്തിനും ഉത്തരമാണ് എൻ്റെ ഈ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് മോയ്സ്ചറൈസിങ് ക്രീംസിൻ്റെ ആവശ്യമേ ഇല്ല. കാരണം അവരുടെ സ്കിൻ അത്ര സോഫ്റ്റാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ടാവും, ചില കുട്ടികൾക്ക് വിൻ്റർ വരുമ്പോൾ മാത്രം ഡ്രൈ സ്കിൻ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം തേച്ച് കൊടുക്കേണ്ടത്. അല്ലാതെ നോർമൽ സ്കിന്നുള്ള കുട്ടികൾക്ക് നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ചെറുതായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുത്താൽ മതിയാവും. ഞാൻ എൻ്റെ വാവയ്ക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്ത് ഹിമാലയയുടെ ഈ ബേബി ലോഷനാണ്. അവനൊരു 2 മാസത്തിന് ശേഷമാണ് ഞാൻ ക്രീംസൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. കുളിച്ചിട്ട് വരുമ്പോഴും രാത്രി കിടക്കാൻ നേരത്തും അങ്ങനെ 2 നേരമാണ് ഞാൻ ഈ ക്രീം തേച്ചുകൊണ്ടിരുന്നത്. ഒരു 3 മാസത്തിന് ശേഷമാണ് അവൻ്റെ ഡ്രൈ സ്കിൻ ആണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഒരു ദിവസം നോക്കുമ്പോൾ അവൻ്റെ ബാക്ക് സൈഡിലൊക്കെ റെഡ് കളറിൽ കാണുവാണ്. ഞാൻ ഓർത്ത് ആദ്യം റാഷസ് ആണെന്ന്. പക്ഷെ പിന്നീട് ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ചോദിച്ചപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് അത് ഡ്രൈ സ്കിന്നിൻ്റെ ആണെന്ന്. അപ്പോൾ ഡോക്ടർ എനിക്കൊരു ക്രീം സജസ്റ്റ് ചെയ്തു. അതാണ് ഈ ക്രീം, ഡെർമാഡ്യൂ. അപ്പോഴാണ് ആ ഡോക്ടർ പറഞ്ഞത് അത് ഡ്രൈ സ്കിന്നിൻ്റെയാണ്. ചില കുട്ടികളുടെ സ്കിന്നിൽ ഇങ്ങനെ റെഡ് റാഷസ് പോലെയാണ് ഡ്രൈ സ്കിന്ന് വരാറുള്ളതെന്ന്. അപ്പോൾ എൻ്റെ മോൻ്റെ ഞാൻ നേരത്തെ ഏതൊക്കെയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ജന്മനാ ഡ്രൈ സ്കിന്നാണ്. അതെങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ അവൻ ജനിച്ചപ്പോൾ തന്നെ ഈ കണ്ണിൻ്റെ മുകളിലും ഈ നെറ്റിയിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ റെഡ് കളർ ഉണ്ടായിരുന്നു. റാഷസ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറിയ റെഡ് കളറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് ചോദിച്ചു അതെന്താ അങ്ങനെ റെഡ് കളർ എന്ന്. അപ്പോൾ ഡോക്ടറാണ് പറഞ്ഞത് അവൻ്റെ സ്കിൻ സെൻസിറ്റീവ് ആണ്, അതുകൊണ്ടാണ് അങ്ങനെ റെഡ് കളർ ഉണ്ടാവുന്നതെന്ന്. സെൻസിറ്റീവ് സ്കിന്നിനാണ് കൂടുതലും ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉണ്ടാവാറുള്ളത്. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ തുടങ്ങിയത് ഒരു 3 മാസത്തിന് ശേഷമാണെന്ന് മാത്രം. അപ്പോൾ ഈ ഡെർമാഡ്യൂവിൻ്റെ ക്രീം ഒരു 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണാൻ തുടങ്ങി. അന്ന് മുതൽ കുറേ നാൾ ഞാൻ ഈ ഡെർമാഡ്യൂവിൻ്റെ ഈ ക്രീമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ക്രീം ഉപയോഗിക്കുന്നത് അങ്ങ് നിർത്തി. കാരണം അവൻ്റെ സ്കിന്നിലുള്ള റാഷസ് ഒക്കെ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഉപയോഗിക്കണ്ടല്ലോ എന്ന്. പിന്നെയും കുറേ നാൾ കഴിഞ്ഞൊരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഡ്രൈ സ്കിൻ ടെൻഡൻസി പിന്നെയും കാണിക്കാൻ തുടങ്ങിയത്. കാരണം വിൻ്റർ വരാറായിരുന്നു. വിൻ്റർ വരുമ്പോൾ സാധാരണ എല്ലാ കുട്ടികൾക്കും ഡ്രൈ സ്കിൻ ഉണ്ടാവാറുണ്ടല്ലോ. ഡ്രൈ സ്കിൻ, പ്രോൺ സ്കിൻ അല്ലെങ്കിൽ എക്സിമ പ്രോൺ സ്കിൻ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിൻ്റർ സീസൺ ആകുമ്പോൾ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആകും. ആ സമയത്താണ് നമ്മൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ എൻ്റെ വാവയുടെ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആയപ്പോഴാണ് ഞാൻ എല്ലാ ക്രീമുമായിട്ടും പരിചയപ്പെടുന്നത്. അങ്ങനെ ഓരോ ക്രീമും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഉപയോഗിച്ച ചില ക്രീംസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലെ ബെസ്റ്റ് ക്രീം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ ഡെർമാഡ്യൂ. ഇപ്പോൾ ഞാൻ വാങ്ങിയതാണിത്. ഈ ഡെർമാഡ്യൂ ആണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ്. എൻ്റെ വാവയുടെ സ്കിന്നിന് ഏറ്റവും യോജിച്ചത് ഈ ഡെർമാഡ്യൂവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇതിൻ്റെ ക്രീം 50 ഗ്രാമിൻ്റെ പാക്കായിട്ടാണ് വരുന്നത്. വളരെ എഫക്റ്റീവാണ് ഈ ക്രീം. നമുക്കിപ്പോൾ കുഞ്ഞിൻ്റെ ദേഹത്ത് ഡ്രൈനസ് കണ്ടാൽ ഇത് കുറച്ച് പുരട്ടി കൊടുത്താൽ മതി. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റം കാണാൻ സാധിക്കും. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് ഈ ഡെർമാഡ്യൂ. ഇത് പക്ഷേ ബേബി ക്രീം അല്ല കേട്ടോ. ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു ക്രീമാണ്. ബേബീസിന് മാത്രമായിട്ടുള്ളതല്ല, മുതിർന്നവർക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. ഇത് തേച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നിയൊരു മാറ്റം, കുട്ടിയുടെ സ്കിൻ ചെറുതായിട്ട് ഫെയർ ആവുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കൂടുതലും അവയുടെ മുഖത്താണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഈ ഡെർമാഡ്യൂവിൻ്റെ ക്രീം ഇത്രയും ഇഷ്ടമായതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അത്ര ഗ്രീസി അല്ല. ഇപ്പോൾ നമ്മൾ വാവയുടെ മുഖത്ത് തേക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം പോലെയാണ് ഈ ഡെർമാഡ്യൂവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. അതുകൊണ്ട് തന്നെ അതൊരു ഗ്രീസി ഫീൽ തരുന്നില്ല, ചെറുതായിട്ടൊരു ഷൈനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഇത് ഉപയോഗിച്ചിടുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വാവയുടെ ബാക്കിലുണ്ടായിരുന്ന ചെറിയ റാഷസ് പോലെയുള്ള അത് ഈ റെഡ് കളർ മാറി വൈറ്റ് കളർ ആയിരുന്നു. ഇതിൻ്റെ കണ്ടിന്യൂസ് ഉപയോഗം കൊണ്ട് ആ വൈറ്റ് കളറും പൂർണ്ണമായിട്ട് മാറി. അപ്പോൾ ഞാൻ ബെസ്റ്റ് ക്രീമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഡെർമാഡ്യൂവിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ബേബി ക്രീം അല്ല, ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്രീം തന്നെയാണ്. ഡെർമാഡ്യൂവിൻ്റെ ബേബി ലോഷനുണ്ട്, കണ്ടില്ലേ, ബേബി ക്രീമും ബേബി ലോഷനും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡെർമാഡ്യൂവിൻ്റെ ബേബി ലോഷൻ. ഈ മോയ്സ്ചറൈസിങ് ലോഷൻ ക്രീമിൻ്റെ അത്ര എഫക്റ്റീവ് അല്ലെങ്കിലും നല്ലതാണ്. ഞാൻ അവയുടെ മേത്തൊക്കെ തേക്കാനാണ് ഡെർമാഡ്യൂവിൻ്റെ ഈ മോയ്സ്ചറൈസിങ് ലോഷൻ വാങ്ങിയത്. ഇതെനിക്ക് തോന്നുന്നു 180 ml പാക്കാണ്. ഇത് 2 പാക്കായിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. എന്തായാലും ഇതും നല്ലതാണ്. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അക്വാ ഓട്സിൻ്റെ ഈ മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ പറഞ്ഞില്ലേ വാവയ്ക്ക് വിൻ്റർ സീസൺ ആയപ്പോൾ ഡ്രൈനസ് വളരെ കൂടിയിട്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞിട്ടാണ് ഈ അക്വാ ഓട്സിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങിയത്. അന്ന് ആ ഡോക്ടർ പറഞ്ഞത് അക്വാ ഓട്സോ അവീനോ മാക്സോ അല്ലെങ്കിൽ സെബാമെഡോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയാൽ മതി എന്നാണ്. ഇതിന് 3നും ഏകദേശം ഒരേ എഫക്റ്റാണ്.
വാവയ്ക്കൊന്ന് ചെറുതായിട്ട് മൈൽഡ് എക്സിമ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് എക്സിമയുടെ ആ സ്റ്റാർട്ടിംഗ് ആണ്. ഈ അക്വാ ഓട്സ് തേച്ചപ്പോൾ വളരെ പെട്ടെന്ന് അത് മാറി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡെർമാഡിയോന്റെ മോയ്സ്ചറൈസിങ് ക്രീം, അത് ചെറുതായിട്ട് ഫ്രാഗ്രൻസ് ഉള്ളതാണ്. ഈ അക്വാ ഓട്സിന്റെ മോയ്സ്ചറൈസിങ് ക്രീം വന്നിട്ട് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇത് കൊളോയിഡൽ ഓട്ട് മീലും കൊണ്ടാണ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേ ഓട്ട് മീൽ ബാത്തിനെ കുറിച്ചൊക്കെ. എക്സിമ പ്രോൺ സ്കിന്നിന് വളരെ നല്ലതാണ് ഓട്ട് മീൽ ബാത്ത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂട്ടോ. അപ്പോൾ ഈ ഓട്ട് മീലും കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതും. എക്സിമ പ്രോൺ സ്കിന്നിന് അക്വാ ഓട്സ് വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ ഡ്രൈനെസ് വളരെ കൂടിയ സ്കിന്നില്ലേ, അതിനാണ് കേട്ടോ ഞാൻ എക്സിമ പ്രോൺ സ്കിൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കുഞ്ഞിൻ്റെ സ്കിൻ എക്സ്ട്രാ ഡ്രൈനെസ് കാണിക്കുകയും അതിൽ റെഡ് റാഷസ് ഒക്കെ ഉണ്ടാവുകയും അതുപോലെ തന്നെ ആ റാഷസിൽ വിള്ളൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് ഈ എക്സിമ അഥവാ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. 5-ൽ 1 കുട്ടിക്ക് ഈ എക്സിമ പ്രോൺ സ്കിന്നാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ എക്സിമ പ്രോൺ സ്കിന്നിന് വളരെ നല്ലതാണ് ഈ അക്വാ ഓട്സിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, പാരാബെൻ ഫ്രീ ആണ്, ഹൈപ്പോ അലർജറ്റിക് ആണ്. അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാത്ത ടൈപ്പ് ഒരു ക്രീമാണ് ഈ അക്വാ ഓട്സിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. മൂന്നാമത്തെ ക്രീം പറയുന്നത് ഈ സെബാമെഡിന്റെ ഈ മോയ്സ്ചറൈസിങ് ക്രീമാണ്. സെബാമെഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രീമാണ് സെബാമെഡിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഇതിൽ കണ്ടില്ലേ pH 5.5 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളെപ്പോഴും കുട്ടികൾക്കുള്ള ക്രീംസ് ഉപയോഗിക്കുമ്പോൾ pH 7-ൽ താഴെയുള്ളത് വേണം ഉപയോഗിക്കാൻ. അതാണ് കുട്ടികളുടെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ സെബാമെഡിന്റെ ക്രീം വന്നിട്ട് pH 5.5 ആണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഇത് തേക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഗ്രീസി ഫീൽ ഉണ്ടാകുന്നുണ്ട്. അതായത് എക്സ്ട്രാ ഡ്രൈ ഉള്ള കുട്ടികൾക്ക് വളരെ നല്ലതാണ് ഈ സെബാമെഡിന്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് തേച്ചാൽ കുട്ടിയുടെ ശരീരത്തിൽ ഒരു ഗ്രീസി ഫീൽ, ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഒരു എണ്ണ പുരട്ടിയ പോലെയാണ് ആദ്യം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ക്രീം കുട്ടിയുടെ ശരീരത്തിൽ ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ രാവിലെ ഉപയോഗിച്ചാൽ ഏകദേശം ഉച്ച കഴിയുന്നത് വരെ കുട്ടിയുടെ ശരീരത്തിൽ ഓയിലി ഫീലൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള കൂടുതൽ പേർക്കും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ സെബാമെഡിന്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. പിന്നെ പലരും എന്നോട് സംശയം ചോദിച്ചു, ഈ സെബാമെഡിന്റെ ക്രീം കുട്ടിയുടെ സ്കിൻ ഡാർക്കായി പോകുമെന്നൊക്കെ. ഞാൻ കുട്ടിയുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. സാധാ ക്രീം പോലെ തന്നെയാണ് കുട്ടിയുടെ ശരീരത്തിൽ ഇത് വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഡ്രൈനെസ് മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കുട്ടിയുടെ സ്കിൻ ഡ്രൈനെസ് മാറി നോർമൽ സ്കിൻ ആവുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും വാവയുടെ സ്കിന്നിൽ ഇതാണ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖത്ത് നമ്മൾ ആദ്യം പറഞ്ഞ ഡെർമാഡിയോന്റെ മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുട്ടിക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ പൗഡറിന് പകരം ഈ മോയ്സ്ചറൈസിങ് ക്രീംസാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കുട്ടിക്ക് ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ സെബാമെഡ് ഉപയോഗിച്ചവർക്ക് കുട്ടിക്ക് ഡ്രൈനെസ് ഉണ്ടായിട്ടേ ഇല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്തായാലും കുട്ടിക്ക് ഡ്രൈ സ്കിന്ന് വരാതിരുന്നാൽ അതാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം. ഇനി അടുത്തത് വന്നിട്ട് ഞാൻ വാങ്ങിയത് ഈ അൺറിഫൈൻഡ് ഷിയ ബട്ടറാണ്. ഇത് ഞാൻ നിങ്ങളെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ എക്സിമ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് മാറാൻ 2 മാജിക് ടിപ്സ് എന്നൊരു വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ ഈ ഷിയ ബട്ടർ കാണിച്ചിട്ടുണ്ട്. ഇത് ആഫ്രിക്കയിലെ ഷിയ എന്നൊരു മരത്തിന്റെ കായൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന ഒരു ബട്ടറാണ്. ഇത് കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെ ആണെങ്കിലും ഡ്രൈ സ്കിന്നിന് വളരെ നല്ലതാണ് ഈ ഷിയ ബട്ടർ. ഇത് ഞാൻ വാവയുടെ ശരീരത്ത് അപ്ലൈ ചെയ്യുന്നത് രാത്രി കിടക്കാൻ നേരത്താണ്. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്താണ് വാവയ്ക്ക് തേക്കാറുള്ളത്. ഇത് മാത്രം വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. വളരെ എഫക്റ്റീവ് ആണ് ഈ ക്രീം. ഇത് രാത്രി മാത്രമല്ല പകലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ രാത്രി അപ്ലൈ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ രാത്രി അപ്ലൈ ചെയ്താൽ രാവിലെ വരെ കുട്ടിയുടെ ശരീരത്തായ ഓയിലി ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവന്റെ ഡ്രൈ സ്കിൻ എളുപ്പം മാറിക്കോട്ടെ എന്നോർത്താണ് ഞാൻ കുട്ടിയുടെ ശരീരത്തിൽ രാത്രി ഇത് അപ്ലൈ ചെയ്ത് എടുക്കുന്നത്. ഇതിനൊരു ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഷിയ ബട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ ആൽമണ്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുക. കാരണം ആൽമണ്ട് ഓയിൽ ഡ്രൈ സ്കിന്ന് മാറാൻ വളരെ നല്ലതാണ്. അപ്പോൾ ആൽമണ്ട് ഓയിലും ഷിയ ബട്ടറും കൂടെയുള്ള മിക്സ് എൻ്റെ വാവയുടെ ശരീരത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ കാണാനേ ഇല്ല. ഇപ്പം നോർമൽ സ്കിന്ന് തന്നെ ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ക്രീംസാണ് അവൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സെബാമെഡും ഡെർമാഡിയോവും പിന്നെ ഈ ഷിയ ബട്ടറുമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കുളി കഴിയുമ്പോൾ ഞാൻ അവൻ്റെ മേത്ത് ഈ സെബാമെഡിൻ്റെ ക്രീം തേച്ച് കൊടുക്കും. ഫേസിലാണെങ്കിൽ ഡെർമാഡിയോ അപ്ലൈ ചെയ്യും. സെബാമെഡിന് തന്നെ ഫേഷ്യൽ ക്രീമൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വാങ്ങിയിട്ടില്ല, നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും സെബാമെഡിൻ്റെ പ്രൊഡക്ട്സ് വളരെ നല്ലതാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സെബാമെഡ് തേച്ചാൽ ഡ്രൈനെസ് മാറുകയും ചെയ്യും. ഞാൻ ഈ ഡെർമാഡിയോ ഉള്ളതുകൊണ്ടാണ് സെബാമെഡിൻ്റെ ഫേഷ്യൽ ക്രീം വാങ്ങാത്തത്. ഞാൻ ഈ ഡെർമാഡിയോൻ്റെ ക്രീം തന്നെയാണ് വാവയുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഞാൻ ചിലപ്പോൾ ഉച്ച കഴിയുമ്പോഴും ഇതൊന്ന് തേച്ച് കൊടുക്കാറുണ്ട്. അവരുടെ സ്കിൻ ഡ്രൈ പോലെ എങ്ങനെ കാണുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ രാവിലെ മാത്രമേ അപ്ലൈ ചെയ്യാറുള്ളൂ. അതുപോലെ രാത്രി അവനെ ഒന്ന് മേല് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഈ ഷിയ ബട്ടറും ആൽമണ്ട് ഓയിലും കൂടിയുള്ള മിക്സ് ഞാൻ അവൻ്റെ മേത്ത് പുരട്ടി കൊടുക്കും. ഇത്രയാണ് എൻ്റെ മോൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ കുട്ടികൾക്കുള്ള മോയ്സ്ചറൈസിങ് ക്രീംസ് മേടിക്കുമ്പോൾ എപ്പോഴും അത് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ അതിലെ pH കണ്ടന്റ് ഞാൻ പറഞ്ഞില്ലേ 7-ൽ കുറവായിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഒരു 5.5-ലൊക്കെ നിൽക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്.
അതുപോലെ തന്നെ ഈ ലോഷൻസും ക്രീംസും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറയാം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈ ഡെർമാഡ്യൂവിൻ്റെ ലോഷനും ഈ ഡെർമാഡ്യൂവിൻ്റെ ക്രീമും, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടിയുടെ ശരീരത്ത് വളരെ കുറച്ച് സമയം മാത്രമേ മോയ്സ്ചർ നിലനിൽക്കുന്നുള്ളൂ. പക്ഷേ ഈ ക്രീം ഉപയോഗിച്ചാൽ കുട്ടിയുടെ ശരീരത്ത് ഒരുപാട് നേരം മോയ്സ്ചർ നിലനിൽക്കുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും. അതുതന്നെയാണ് എല്ലാ മോയ്സ്ചറൈസിങ് ക്രീംസിൻ്റെയും ലോഷൻസും തമ്മിലുള്ള വ്യത്യാസം. കാരണം ക്രീംസ് വളരെ അധികം നേരം പ്രവർത്തിക്കും, പക്ഷേ ലോഷൻ അത്രയും നേരം പ്രവർത്തിക്കാറില്ല. വിലയിലും കാര്യമായ വ്യത്യാസം ഉണ്ട് കേട്ടോ. ലോഷൻസിനേക്കാളും വില കൂടുതലാണ് ഈ ക്രീമിന്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ സ്കിൻ എക്സ്ട്രാ ഡ്രൈ ആണെങ്കിൽ ഈ ക്രീം ഉപയോഗിക്കുക. ചെറുതായിട്ടൊക്കെ ഈ ഡ്രൈനെസ് ഉള്ളുവെങ്കിൽ നമുക്ക് ലോഷൻ ഉപയോഗിക്കാം. നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ എളുപ്പം ലോഷൻ ആയിരിക്കും, കാരണം അതിനൊരു വാട്ടറി ഫീൽ ഉണ്ട്. ക്രീം എന്ന് പറയുമ്പോൾ ഇച്ചിരി ഗ്രീസി ഫീലാണ്. നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ ഒരുപാട് അളവ് വേണ്ടി വരും ശരീരം ഫുള്ള് എത്താനായിട്ട്. ലോഷനാണെങ്കിൽ വളരെ കുറച്ചളവിൽ മതിയാവും, പക്ഷേ എന്നാലും എഫക്റ്റീവ് ആയിട്ടുള്ളത് ക്രീം തന്നെയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കാത്ത എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു 2-3 ക്രീംസ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഒന്ന് സെറ്റാഫിലിൻ്റെ ക്രീമാണ്. എനിക്ക് ഈ ഡെർമാഡ്യൂ പോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു ക്രീമാണ് സെറ്റാഫിൽ. കാരണം അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. എൻ്റെയും വാവയുടെ പോലെ തന്നെ ഡ്രൈ സ്കിന്നാണ് കേട്ടോ. അതുകൊണ്ടായിരിക്കും എൻ്റെ വാവയ്ക്കും ഡ്രൈ സ്കിൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ ഈ സെറ്റാഫിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാൻ കുഞ്ഞാവേനെ ഹോമിയോയിൽ കാണിച്ചപ്പോൾ അവിടുത്തെ ഡോക്ടറിനോട് കുട്ടിക്ക് സെറ്റാഫിൽ ഉപയോഗിക്കാനാണ് സജസ്റ്റ് ചെയ്തത്. സെറ്റാഫിൽ കുട്ടിക്ക് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. ഈ ഡെർമാഡ്യൂവിനേക്കാളും നല്ല എഫക്റ്റ് കുട്ടിക്ക് തരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡെർമാഡ്യൂ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സെറ്റാഫിൽ വാങ്ങിക്കാതിരുന്നത്. സെറ്റാഫിൽ ഡ്രൈ സ്കിന്നിന് മാത്രമല്ല അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടിയുടെ മുഖത്തോ ശരീരത്തോ എന്തെങ്കിലും വൈറ്റ് പാച്ചസോ പാടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റാഫിൽ ഉപയോഗിച്ചാൽ മതി, അതെന്താണേലും പോവും. വളരെ നല്ലൊരു ക്രീമാണ് സെറ്റാഫിലിൻ്റെ ക്രീം. സെറ്റാഫിലിൻ്റെ ക്രീം അങ്ങനെ ബേബി ക്രീം ആയിട്ടല്ല വരുന്നത്. ഇതുപോലെ തന്നെ ഡെർമാഡ്യൂവിൻ്റെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമായിട്ടാണ് സെറ്റാഫിലിൻ്റെ ക്രീമും വരുന്നത്. രണ്ടാമത്തെ ക്രീം അവീനോ മാക്സിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. അവീനോ മാക്സിൻ്റെ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്വാ ഓട്സിൻ്റെ ക്രീം പോലെ തന്നെ എക്സിമയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ്. അക്വാ ഓട്സിൻ്റെ ക്രീം ഞാൻ പറഞ്ഞില്ലേ, അത് ഓട്ട്മീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് എക്സിമയ്ക്കും അറ്റോപിക് ഡെർമറ്റൈറ്റിസ് അതുപോലെയുള്ളതിനൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ക്രീമാണ് അക്വാ ഓട്ട്. അതുപോലെ തന്നെയാണ് അവീനോ മാക്സും. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീമാണ് അതും. ഒരുപാട് പേര് ഉപയോഗിച്ച് അതിൻ്റെ നല്ല റിവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെയുള്ളൊരു ക്രീം എന്ന് പറയുന്നത് മാമാഎർത്താണ്. മാമാഎർത്ത് അങ്ങനെ പുറത്ത് ഷോപ്പിലൊന്നും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ആമസോണിൻ്റെ ഓൺലൈൻ സ്റ്റോറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് പേര് അത് ഉപയോഗിച്ച് നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് വാങ്ങുന്നുണ്ട്. അപ്പം ഞാനത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരാം. വളരെ നല്ല ക്രീമാണ് മാമാഎർത്തിൻ്റെ ആ ക്രീമും. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്ന് മാറാനുള്ള കുറച്ചധികം പ്രോഡക്റ്റ്സ് കണ്ടല്ലോ. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. നമ്മുടെ ഓരോ കുട്ടികളുടെയും സ്കിന്ന് ഓരോ ടൈപ്പാണ്. അപ്പോൾ ഓരോ കുട്ടിക്കും ചേരുന്ന ക്രീമും സെപ്പറേറ്റ് ആയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ക്രീം ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടിയുടെ കൈത്തണ്ടയിൽ ഉപയോഗിച്ച് നോക്കുക. കുട്ടിക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. കൈത്തണ്ടയിൽ ഇല്ലെങ്കിൽ ഈ ചെവിയുടെ പുറകിലാണെങ്കിലും തേച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ റാഷസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരം മുഴുവൻ അപ്ലൈ ചെയ്യാം. എന്തായാലും ആദ്യം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും അലർജി ടെസ്റ്റ് ചെയ്യണം. അത് ഏത് ക്രീമാണെങ്കിലും ഏത് ലോഷനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോം റെമഡീസ് ആണെങ്കിലും എല്ലാം ഈ അലർജി ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞ പ്രോഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച ക്രീംസിനെ കുറിച്ചോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോനെ കുറിച്ചോ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ചോദിച്ച ഓയിൽസിൻ്റെ വീഡിയോയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ. ഞാൻ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.